മാനസികാരോഗ്യത്തിന് മുതിർന്നവരെയും കുട്ടികളെയും ഒരേപോലെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശാന്തമായ ഉറക്കം എന്നത്. ശാന്തമായ ഉറക്കത്തിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്സ് US മിലിറ്ററിയിൽ സോൾജേഴ്സിന് ഉറങ്ങാൻ സഹായകമായ കുറച്ച് ടിപ്സാണ്. ടിപ്സിന് മുമ്പ് നമുക്ക് എത്രമാത്രം ഉറക്കം വേണമെന്ന് നോക്കാം. ഒരു കൊച്ചു കുട്ടിക്കാണെങ്കിൽ 16 മണിക്കൂർ വേണം. അതുകൊണ്ട് തന്നെ ടീനേജേഴ്സിന് 9 മണിക്കൂർ ആവശ്യമാണ്. അതുപോലെ അഡൽട്ട്സിന് 7 തൊട്ട് 8 മണിക്കൂർ വരെ മിനിമം ഉറക്കം ആവശ്യമാണ്. 2018 WHO കണക്ക് പ്രകാരം 70-ലധികം സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമുക്ക് സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നോക്കാം. ആദ്യം തന്നെ ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. നമുക്കറിയാം, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് വെച്ചാൽ രോഗപ്രതിരോധ ശേഷിയാണ്. അതിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനോട് അനുബന്ധമായിട്ട് പനി, തുമ്മൽ, ചുമ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഹോർമോണൽ ഇംബാലൻസ്. ഇത് കാരണം നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവ് ഉണ്ടാകാം, അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ടൈം കുറയാൻ സാധ്യതയുണ്ട്. റിയാക്ഷൻ ടൈം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തോട് പ്രതികരിക്കേണ്ട ഒരു ടൈം ഇൻ്റർവൽ ഉണ്ട്, അത് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ് ഏക്ക് ഇതെല്ലാം ഉണ്ടാകാൻ ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ നമുക്ക് ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഒരു പോയിൻ്റാണ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ ഫേസ് മറയ്ക്കാൻ പാടില്ല. നമുക്കറിയാം, ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ പില്ലോ വെച്ചൊക്കെ നമ്മൾ ചിലപ്പോൾ മുഖം മറച്ചൊക്കെ ആയിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യമാണ്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി മാക്സിമം റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനായിട്ട് നമ്മൾ ആദ്യം മലർന്ന് കിടന്നിട്ട് 2 കൈകൾ 2 സൈഡിലായിട്ട് വെച്ച് റിലാക്സ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 2 കാലുകളും റിലാക്സ് ചെയ്യുക. നെറ്റിയിലെ ചുളിവ് പോലും കാണരുത്, അത്രയ്ക്ക് റിലാക്സ് ആയി വേണം നമ്മൾ കിടക്കാൻ ശ്രമിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഫുള്ള് ബോഡി ഒന്ന് ടൈറ്റൻ ചെയ്ത് പിടിക്കുക. എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്താൽ നമ്മുടെ ബോഡി പെട്ടെന്ന് റിലാക്സ്ഡ് പൊസിഷനിൽ എത്താനൊരു സഹായമാണ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ഇനി മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ കണ്ണടച്ച് കിടക്കുക. അതിനുശേഷം ഇരുട്ട ആകാശവും നക്ഷത്രങ്ങളെയും ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് കൗതുകം തോന്നില്ലേ? എന്നാൽ ഇത് മനുഷ്യർക്കല്ല, മൃഗങ്ങൾക്ക് പോലും രാത്രി ആംബിയൻസും അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളെയും കാണുമ്പോഴാണ് അവർക്കും ഉറക്കം വരുന്നത്. ഇത് എല്ലാ മൃഗങ്ങളുടെയും ജീനുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. ഈ ടിപ്സ് ഒന്നും ചെയ്താൽ പോലും നിങ്ങൾക്ക് ഉറക്കം ലഭിക്കണമെന്നില്ല. സോൾജേഴ്സിന് പോലും 21 ദിവസം മിനിമം അവർ ട്രെയിനിങ് ചെയ്തിട്ട് ശേഷമാണ് അവർക്കും ഉറക്കം ലഭിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ക്ഷമയോടെ ഇത് ട്രൈ ചെയ്യണം, 21 ദിവസം മിനിമം എങ്കിലും. നാലാമത്തെ ഒരു കാര്യമാണ്, കഫീൻ അടങ്ങിയ ഒരു വസ്തുക്കളും കഴിക്കാനോ കുടിക്കാനോ പാടില്ല. നമുക്കറിയാം, കോഫിക്കകത്തൊക്കെ കഫീൻ്റെ അംശമുണ്ട്. അതുപോലുള്ള ഒരു വസ്തുക്കളും ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും കുടിക്കാനോ കഴിക്കാനോ പാടില്ല. നിങ്ങൾക്ക് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാം. എന്നാൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പോ ആ സമയത്തൊക്കെ നമ്മൾ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അഞ്ചാമത്തെ ടിപ്പാണ്, നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നില്ലേ? നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യും. പക്ഷേ ഇത് ഒരിക്കലും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ആണെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോണായിട്ടുള്ള മെലാറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തടയും. ഇത് കാരണം നമുക്ക് ഉറക്കം ഒട്ടും കിട്ടത്തില്ല. എന്നാൽ നിങ്ങൾ തിരക്കുള്ള വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിലൊക്കെ ബ്ലൂ ലൈറ്റ് ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് യൂസ് ചെയ്താൽ പിന്നെയും ഈ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നാലും നമ്മുടെ സ്ലീപ്പിനെ ഇത് നല്ലോണം അഫക്റ്റ് ചെയ്യുന്നൊരു ഘടകമാണ്. ഇത്തരം കാര്യങ്ങളാണ് US മിലിറ്ററിയിലെ സോൾജേഴ്സ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുകൂടാതെ എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിഞ്ഞ കുറച്ച് അനുഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ബെഡ്റൂമിൻ്റെ ആംബിയൻസ്. ഒരു നീറ്റും ഫ്രഷും ശാന്തവുമായിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം നമ്മുടെ ബെഡ്റൂം. അന്നേരം നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. ശാന്തമായിട്ടുള്ള സ്ഥലം എവിടെ കണ്ടാലും നമുക്ക് പെട്ടെന്നൊരു ഉറക്കം ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബെഡ്റൂമും നീറ്റും ഫ്രഷും പിന്നെ ശാന്തവുമായിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഉറങ്ങാനൊരു പോസിബിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് എക്സസൈസ് ചെയ്യുക എന്നത്. നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ രാവിലെയും വൈകിട്ടും അരമണിക്കൂറെങ്കിലും മിനിമം എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിക്ക് ഒരു ടയേർഡ്നെസ് ഉണ്ടാകും. അത് കാരണം നമ്മുടെ ബ്രെയിൻ തന്നെ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് പറയും.
അത് മനസ്സിലാക്കുന്നത് നമ്മുടെ മെലാറ്റോണിൻ ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ ഈ കറക്റ്റ് സമയത്ത് റെസ്റ്റ് വേണമെന്ന ഒരു സമയം എത്തുമ്പോൾ അത് റിലീസ് ചെയ്യും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം എക്സസൈസ് ചെയ്യാൻ സമയം കണ്ടെത്തണം. മൂന്നാമത്തെ ഒരു രസകരമായ ഒരു കാര്യമാണ് സൂര്യ വെളിച്ചം ഏൽക്കുക എന്നത്. സൂര്യ വെളിച്ചം അത് നമ്മുടെ രാവിലെയുള്ള സൂര്യ വെളിച്ചമാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാവിലെ നമ്മുടെ ശരീരത്തിൽ സൂര്യ വെളിച്ചം ഏൽക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. ഇതാണെങ്കിൽ രാത്രി സമയം എത്ര ആണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് രാത്രി ആവുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണ്ടുന്ന ആ സമയത്താണ് മെലാറ്റോണിൻ ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. ഇത് കാരണം നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കും. ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, പറ്റിയില്ലെങ്കിൽ വേണം. നാലാമത്തെ ഒരു കാര്യമാണ് ടെമ്പറേച്ചർ എന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിൽ കൂടുകയോ കുറയുകയോ ചെയ്താലും നമുക്ക് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തന്നെ എന്തെങ്കിലും ബാധിക്കും. അതുകൊണ്ട് നമുക്ക് ഒരു മിനിമം ടെമ്പറേച്ചറായ ഒരു 25 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉള്ള ഒരു സ്ഥലത്ത് കിടന്നാൽ നമുക്ക് പിന്നെ ഒരു ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഒത്തിരി ചൂടുള്ളതോ അല്ലെങ്കിൽ ഒത്തിരി തണുപ്പുള്ളതോ ആയിട്ടുള്ള സ്ഥലത്തല്ല, ഒരു 25 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും മിനിമം ടെമ്പറേച്ചറുള്ള സ്ഥലത്ത് കിടന്നാൽ ഉറങ്ങാൻ കഴിയും പെട്ടെന്ന്. അതുകൊണ്ട് ടെമ്പറേച്ചറും ഉറക്കത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യമാണ്. അഞ്ചാമത്തെ ഒരു കാര്യമാണ് ലൈറ്റ്. നല്ല ഡാർക്കായിട്ടുള്ള ഇരുട്ട് റൂമിൽ കിടന്നുറങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഉറങ്ങാൻ കഴിഞ്ഞ കുറച്ച് അനുഭവങ്ങൾ. ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഗുഡ് ബൈ.